കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി ഡയാലിസിസ് സെന്ററും ഫിസിയോതെറാപ്പി സെന്ററും സ്ഥാപിക്കുമെന്ന് സൊസൈറ്റി പ്രസിഡന്റും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അതിനോടൊപ്പം തന്നെ അവിടെ 10 മെഷീനുകളോട് കൂടിയ ഒരു ഡയാലിസിസ് കേന്ദ്രവും ആളുകൾക്ക് ഡയാലിസിസ് ആവശ്യമുള്ളത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിസിയോതെറാപ്പി കേന്ദ്രവും അതുപോലെ തന്നെ സമൂഹത്തിൽ വിവിധ തരങ്ങളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ഒരു കൗൺസിലിംഗ് കേന്ദ്രവും കൂടി അടങ്ങുന്ന ഒരു കേന്ദ്രം പണിയാനാണ് ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി തീരുമാനിച്ചിട്ടുള്ളത്. കുന്നംകുളം ആസ്ഥാനമായി 10 വർഷം മുൻപ് രൂപം കൊണ്ട ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി ജീവകാരുണ്യ രംഗത്ത് സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ നൂറുകണക്കിന് ആളുകൾക്കാണ് ആശ്വാസമേകിയത്. സൊസൈറ്റി 10ാം വാർഷികം ആഘോഷിക്കുന്ന അസുലഭ മുഹൂർത്തത്തിൽ 3.5 കോടി രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് സെന്ററും ഫിസിയോതെറാപ്പി സെന്ററും യാഥാർത്ഥ്യമാക്കുന്നത്. പൊതുജന പങ്കാളിത്തത്തോടെ കാണിപ്പയ്യൂരിൽ സംഘടന സ്വന്തമാക്കുന്ന 44 സെന്റ് ഭൂമിയിലാണ് 5000 സ്ക്വയർ വിസ്തീർണമുള്ള കെട്ടിടം ഒരുക്കുന്നത്. ഡയാലിസിസ് ഫിസിയോതെറാപ്പി സേവനങ്ങൾക്ക് പുറമെ വിവിധ ആവശ്യങ്ങൾക്കായുള്ള കൌൺസിലിംഗ് കേന്ദ്രവും സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുള്ള ഓഫീസ് സംവിധാനവും കെട്ടിടത്തിൽ സജ്ജമാക്കും. പൊതുജനങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന തുക ഉപയോഗിച്ചുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം 1 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കും. ഡയാലിസിസ് സെന്ററിന് ആവശ്യമായ 44 സെന്റ് സ്ഥലം വാങ്ങുന്നതിലേക്ക് 1 സെന്റ് സ്ഥലത്തിന്റെ വിലയായ 3 ലക്ഷം രൂപ പദ്ധതിയുടെ ആദ്യ സംഭാവനയായി ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ചടങ്ങിൽ വെച്ച ഷെയർ ആൻഡ് കെയർ ഭാരവാഹികൾക്ക് കൈമാറി. പദ്ധതിയുടെ ധനസമാഹരണത്തിനായുള്ള ബ്രോഷറിന്റെ പ്രകാശനം ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പ്രമുഖ പ്രവാസി വ്യവസായിയും ഫാൽക്കൺ ഗ്രൂപ്പ് സ്ഥാപകനുമായ എം മൊയ്തുണ്ണിക്ക് നൽകി നിർവഹിച്ചു. ഷെയർ ആൻഡ് കെയർ സമൂഹത്തിലെ നിരവധി പേർക്ക് കൈത്താങ്ങാകുന്നുണ്ടെന്നും സംഘടനയുടേത് മാതൃകാപരമായ പ്രവർത്തനമാണെന്നും യൂലിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. CSR ഫണ്ടൊക്കെ മേടിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതുപോലെ വളരെ സുതാര്യമായിട്ട് ഇതിൻ്റെ എല്ലാ വർഷവും യോഗം കൂടി രാത്രികൾ അവതരിപ്പിച്ച് അത് ഗവൺമെൻറ്റിനെ കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരു സംഘടനയാണ്. അതുകൊണ്ടാണ് ഞാനും ഇതിൽ ആക്റ്റീവായിട്ട് സഹകരിക്കുന്നത്. അതുപോലെ തന്നെ ഏത് കാര്യമുണ്ടെങ്കിലും എൻ്റെ ഒരു സമയം കൂടെ ചോദിച്ചിട്ടാണ് ലഭ്യമാക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ പെൻകോ ബക്കർ, ഷമീർ ഇഞ്ചിക്കാലയിൽ, CK അപ്പുമോൻ, ജിനാസ് തെക്കേക്കര, സക്കറിയ ചീരൻ, EMK ജിഷാർ, KV സാംസൺ എന്നിവർ പങ്കെടുത്തു.